നമസ്കാരം ഫ്രണ്ട്സ്, മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോകൾ അതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകാൻ ടെലിഗ്രാമിൻ്റെ ഗ്രൂപ്പ് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാത്തവർ പ്ലേ സ്റ്റോറിൽ നിന്ന് ടെലിഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകും. അതുപോലുള്ള പഴയ വീഡിയോകൾ അതിൻ്റെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ചെറിയ വീഡിയോയാണ്, പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയില്ലാത്തവർക്ക് വേണ്ടി ചെയ്യുകയാണ്. ഒരു ഷെയറിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമുക്കെങ്ങനെ കണ്ടെത്താൻ പറ്റുമെന്ന്. ഇപ്പോൾ മണി കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഗ്രാഫ് കിട്ടും. അത് മിക്കവർക്കും അറിയാവുന്ന സൈറ്റാണ്. മണി കൺട്രോൾ വളരെ പോപ്പുലറായിട്ടുള്ള സൈറ്റാണ്. അതേപോലെ NSE-India.com വളരെ പോപ്പുലറായിട്ടുള്ള സൈറ്റാണ്. അപ്പോൾ NSE-India.com നിന്ന് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഷെയറിൻ്റെ കിട്ടും, ഡിജിറ്റ് രൂപത്തിൽ. ഇത് നമുക്ക് ഉപകാരപ്രദമാകുന്നത് ഇൻട്രാഡേ BTST ചെയ്യുന്ന ആൾക്കാർക്ക്, പിന്നെ ഷോർട്ട് ടൈം, വളരെ ഷോർട്ട് ടൈം 1 വീക്ക് 2 വീക്സ് അങ്ങനെ വളരെ ഷോർട്ട് ടൈം ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ സൈറ്റിൽ പോയിട്ട് ഡാറ്റ ചെക്ക് ചെയ്തിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാവുള്ളൂ, ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുള്ളൂ. എൻട്രി ലെവൽ കണ്ടെത്താൻ വളരെ അധികം ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണത് കണ്ടെത്തുന്നതെന്ന്. NSE-India.com പോവുക. ഫസ്റ്റ് NSE-India.com. ഓക്കെ, ഒന്ന് സൂം ചെയ്യാം. ഇക്വിറ്റി, ഇവിടെ ഏതെങ്കിലും ഒരു കമ്പനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കമ്പനി അടിച്ചു കൊടുക്കാം. ഞാൻ ഗ്രാഫൈറ്റ് ഇന്ത്യ ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു വിൻഡോ വന്നു. ഈ വിൻഡോയിൽ ഇന്നലെ നടന്ന കാര്യങ്ങളാണ് ഈ വിൻഡോയിലുള്ളത്. 52 വീക്ക് ഹൈ എത്രയാണെന്നുണ്ട്, 52 വീക്ക് ലോ എത്രയാണെന്ന് ഇവിടെ കാണാൻ പറ്റും, ഡേറ്റ് കാണാൻ പറ്റും. അതുകൂടാതെ ഇന്നലത്തെ പ്രൈസ് ക്ലോസ് ചെയ്ത് 798 റുപ്പീസ് പ്രീവിയസ് ക്ലോസ്, ഡേ ബിഫോർ യെസ്റ്റർഡേ അന്നത്തെ പ്രീവിയസ് ക്ലോസ് കാണാൻ പറ്റും. യെസ്റ്റർഡേ ഇന്നലത്തെ ഓപ്പണിംഗ് പ്രൈസ് കാണാൻ പറ്റും, ഹൈ പ്രൈസ് കാണാൻ പറ്റും, ലോ പ്രൈസ് കാണാൻ പറ്റും, ക്ലോസിംഗ് പ്രൈസ്. വളരെ വൊളാറ്റൈലായിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഈ ഗ്രാഫൈറ്റ് ഇന്ത്യ. അതുകൊണ്ടാണ് ഞാനിത് സെലക്ട് ചെയ്തത്. ഷോർട്ട് ടൈം ഗെയിനേഴ്സിന്, ഷോർട്ട് ടൈം ചെയ്യുന്നവർക്ക് വളരെ ബെനിഫിറ്റായിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഇനി നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ ഇതാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പീരീഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഫോർ പാസ്റ്റ് എന്നുള്ളിടത്ത് 1 ഡേ ആണ് ഡിഫോൾട്ടായിട്ട് വന്നേക്കുന്നത്. നമുക്കൊരു 7 ഡേയ്സ് സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 7 ദിവസത്തെ വർക്കിംഗ് ഡേ 5 ഡേയ്സേ ഉള്ളൂ. സാറ്റർഡേയും സൺഡേയും ഹോളിഡേയ്സാണ്, അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 5 ഡേയ്സ് ഡാറ്റ നമുക്ക് കിട്ടും. അതിൽ ഫസ്റ്റ് 15 മെയ്, സെക്കൻഡ് 16, തേർഡ് 17, 18 ഇങ്ങനെയാണ്. താഴെ ഡേറ്റ് കുറഞ്ഞത് താഴെ വരും, മുകളിലേക്ക് അപ്പായിട്ട് ഒരു ഇൻക്രീസ് ലെവലിലാണ് പോകുന്നത്. ഇതിൽ 15-ാം തീയതി ചെക്ക് ചെയ്താൽ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ കാണാൻ പറ്റും, ഹൈ പ്രൈസ് അന്നത്തെ ഹൈ ഇവിടെ കാണാൻ പറ്റും, അന്നത്തെ ലോ ഇവിടെ കാണാൻ പറ്റും, LTP ഇവിടെ കാണാൻ പറ്റും, ക്ലോസിംഗ് പ്രൈസ് പ്ലസ് വോളിയം പ്ലസ് ടേൺ ഓവർ ഇൻ ലാക്സ്. ഇത്രയും സംഭവങ്ങൾ ആ ഒരു ദിവസത്തെ ഉണ്ട്. അടുത്ത ദിവസത്തെ 16-ാം തീയതിയിലെ ഓപ്പണിംഗ് പ്രൈസ് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിൽ നിന്നൊരു റിലേഷൻ കണ്ടെത്താൻ പറ്റണം. നിങ്ങൾ ഏത് സ്റ്റോക്കാണ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല, ഏത് സ്റ്റോക്കാണെങ്കിൽ പോലും തലേ ദിവസത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ് ഇത്, പിറ്റേ ദിവസത്തെ ഒരു ഓപ്പണിംഗ് പ്രൈസ് ഇത് തമ്മിലൊരു റിലേഷൻ കണ്ടുപിടിച്ച് ഒരു ഫോർമുല സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഗെയിനിന് വളരെ പറ്റിയ ഒരു മെത്തേഡായിട്ട് എനിക്കത് തോന്നുന്നുണ്ട്. ഇൻട്രാഡേയും BTST ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല, ഞാനത് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി സംസാരിക്കുവാണെങ്കിൽ എനിക്ക് ടോട്ടൽ നോക്കുമ്പം ഇൻട്രാഡേയിൽ ലോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അപ്ലൈ ചെയ്യാറില്ലായിരുന്നു. പിന്നെ ഈ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ഫോർമുല ഒക്കെ ഡെവലപ്പ് ചെയ്തെടുത്തപ്പം ഗെയിൻ കിട്ടാൻ തുടങ്ങി. പക്ഷേ ആ ഫോർമുലയൊന്നും 100% എഫക്റ്റീവ് അല്ല, അല്ലെങ്കിൽ അത് എല്ലാ സ്റ്റോക്കിനും എഫക്റ്റീവ് അല്ല. ചില സ്റ്റോക്കുകൾക്കൊക്കെ
നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ഇത് സക്സസ് ആയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലുള്ള ഫോർമുല നിങ്ങൾ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം. ഇത്രയും ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് ഒരു എൻട്രി പ്രൈസ് കണ്ടെത്താൻ ഈസി ആയിട്ട് പറ്റും. ആ എൻട്രി പ്രൈസ് കണ്ടെത്തിയാൽ അതിന് എക്സിക്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ ഒരു എക്സിറ്റ് പ്രൈസ്, ഒരു സെൽ പ്രൈസും കണ്ടെത്താൻ പറ്റും. ഇത് എപ്പോൾ എൻട്രി പ്രൈസിൽ നമ്മൾ ഓർഡർ കൊടുത്ത് അത് എക്സിക്യൂട്ട് ആവുന്നോ, എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളതിൻ്റെ എക്സിറ്റ് പ്രൈസും അതായത് സെല്ല് പ്രൈസും കൂടെ കൊടുത്ത് ഒരു ഓർഡർ ഇട്ട് വെച്ചേക്കണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു എൻട്രി പ്രൈസും ഒരു എക്സിറ്റ് പ്രൈസും കണ്ടെത്താൻ പറ്റും. മാക്സിമം കുറഞ്ഞ പ്രൈസ് എൻട്രി ആയിട്ട് കൊടുക്കുക, അതുപോലെ തന്നെ മാക്സിമം കൂടിയ പ്രൈസ് എക്സിറ്റ് പ്രൈസായിട്ട് കൊടുക്കാതിരിക്കുക. ചിലപ്പോൾ അതുവരെ പോയില്ല എന്ന് വരും. എല്ലാ ദിവസവും കവർ ചെയ്യുന്ന ഒരു ഏരിയ നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും, ഒരു പ്രൈസിൻ്റെ ഏരിയ. ഇത് ഹൈ വോളാട്ടൈൽ സ്റ്റോക്കാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ ഈസി ആയിട്ട് അത് കണ്ടെത്താൻ പറ്റും. എല്ലാ സ്റ്റോക്കിലും അങ്ങനെ കിട്ടണമെന്നില്ല. എന്ന് വെച്ചാൽ ഈ സ്റ്റോക്ക് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാനത് ഒരു ഉദാഹരണത്തിന് വേണ്ടി എടുത്താണ്. ഞാനിത് ചെയ്യുന്നില്ല, ഉദാഹരണത്തിന് എടുത്താണത്. ഈ 7 days മാറ്റി നമുക്ക് 2 weeks കൊടുക്കാം, 1 month കൊടുക്കാം, 3 months വരെ മാക്സിമം ഇവിടെ കിട്ടും. 3 months കൊടുത്ത് ഗെറ്റ് ഡേറ്റ അടിച്ച 3 months നമുക്ക് അത്ര യൂസ്ഫുള്ളായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു ഷോർട്ട് ടൈം ഗെയിനേഴ്സിന് റീസെൻ്റായിട്ട് വരുന്ന ഒരു 5 days ഡേറ്റയൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വരുന്നത്. എനിവേ നമുക്ക് ഇതിൽ കണ്ടെത്താൻ പറ്റും. ഇതിൽ തന്നെ ഈ 3 മാസത്തെ ഏറ്റവും ഹൈ പ്രൈസ് ഇവിടെയാണ് പോയിരിക്കുന്നത്. 17-ാം തീയതി മെയ്യിലാണ് 3 മാസത്തെ ഏറ്റവും കൂടുതൽ ഹൈ പ്രൈസ് 846.95 പോയിരിക്കുന്നത്. അതിൻ്റെ ലോ പ്രൈസ് 3 മാസത്തെ പോയിരിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും താഴെ 23 ഫെബ്രുവരിയാണ് 599, ഏകദേശം 600 രൂപ ആ റേഞ്ചിൽ ആണ് ലോ പ്രൈസ് പോയിരിക്കുന്നത്. വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ആ പ്രൈസിലേക്ക് ഏതാനും മാസങ്ങളായിട്ട് പോയിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി മോർ ദാൻ 3 months ഡേറ്റ ഇവിടെ ക്ലിക്ക് ഹിയർ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 months കൂടുതൽ ഉള്ള ഒരു പീരീഡിലുള്ള ഡേറ്റാസ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്ത് ഒരു ഷോർട്ട് ടൈമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻട്രാഡേ ചെയ്യണമെന്ന് പറയുന്നില്ല. ഇൻട്രാഡേയിൽ വലിയൊരു 10 പേര് ചെയ്തിട്ടുണ്ട്, 9 പേരുടെയും ഫെയിലിയർ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ BTSTയും നമുക്ക് വേണമെങ്കിൽ ശ്രമിക്കാവുന്നതാണ്. പക്ഷേ കടമെടുത്ത് ചെയ്യാന്നുള്ളത്, നമ്മൾ ഡെപ്റ്റുള്ള കമ്പനിയിൽ നിക്ഷേപിക്കാൻ താല്പര്യം കാണിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ കടമെടുത്തിട്ട് ചെയ്യുക എന്നുള്ളത് ഹൈ റിസ്ക് ആണ്. കാരണം അവർക്ക് ആ പൈസ തിരിച്ചു കൊടുത്ത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ, ഇൻട്രാഡേയിൽ 1 day ഉള്ളൂ, 1 dayയിൽ നമ്മൾ എത്രയാണോ ലീവറേജ് എടുക്കുന്നത് തിരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അത് ഹൈ റിസ്ക് ആണ്. പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും കടമെടുത്ത പൈസ തിരിച്ചു കൊടുത്തേ പറ്റൂ. അതുപോലെ തന്നെ BTST ആണെങ്കിലും 5, 6 അല്ലെങ്കിൽ 7 ദിവസം മാക്സിമം കിട്ടും. അതിനുള്ളിൽ നമ്മൾ ആ ലീവറേജ് പൈസ തിരിച്ചു കൊടുക്കണം. അതും ഹൈ റിസ്ക് ആണ്. നമ്മളൊരു ചെറിയ എമൗണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്വന്തമായിട്ടുള്ള എമൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റിസ്ക് ഇല്ല. ഇതിൽ ഈ ലോ പ്രൈസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല, ഓരോ ദിവസത്തെ ലോ പ്രൈസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു എൻട്രി പ്രൈസ് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഹൈ പ്രൈസ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാലും ഒരു എക്സിറ്റ് പ്രൈസും ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. പ്രോഫിറ്റ് ഷുവറായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഏകദേശം ഒരു 90 above ഉണ്ട് അക്യുറസി. പ്രോഫിറ്റ് നല്ല രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, വലിയ ഒരു ആർത്തിയിലേക്കൊന്നും പോകാതിരിക്കുകയാണെങ്കിൽ ഷുവറായിട്ട് നമുക്ക് ഗെയിൻ എടുത്തെടുത്ത് മാറാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഈ ഒരു ഫോർമുല എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഇത്രയേ ഉള്ളൂ. ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് NSEയിൽ ലിസ്റ്റ് ചെയ്ത് ഏത് കമ്പനിയുടെ ഡേറ്റ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. പഴയ വീഡിയോകളൊക്കെ ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കാരണം യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പറാകുക. നമ്മൾ ഡെയിലി ഗ്രൂപ്പ് ഡിസ്കഷന് കാര്യങ്ങളും ഒക്കെ നടക്കുന്ന ഗ്രൂപ്പാണ്. ഓക്കെ, അതിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.